ഇതിലൊരു ആശയക്കുഴപ്പമില്ലല്ലോ. ഇവിടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, സനാതനധർമ്മം എന്ന് പറയുന്നത് ഉപരിപ്ലവമായ ഒരു ചർച്ചയുടെ പുറത്ത് പോകേണ്ട ഒന്നല്ല. സനാതനധർമ്മത്തിൽ തന്നെ വിശ്വാസികളുണ്ടായിട്ടുണ്ട്, അവിശ്വാസികളുണ്ടായിട്ടുണ്ട്, പല വിധത്തിലുള്ള ശാഖകൾ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഇന്ത്യയുടെ സംസ്കാരം അല്ലെങ്കിൽ ഈ സനാതനധർമ്മത്തിൻ്റെ സംസ്കാരം എന്ന് പറഞ്ഞാൽ 1000ഓളം വർഷങ്ങൾക്ക് പഴക്കമുള്ളതാണ്. അങ്ങനെയുള്ള ഒരു സംസ്കാരത്തെ ഇന്ന് തങ്ങളുടേതാക്കി മാറ്റാനും അതിനെ മറ്റൊരു രീതിയിലേക്ക് അവതരിപ്പിച്ചുകൊണ്ട് ഇതെല്ലാം ഈ പണ്ട് 1923 സവർക്കർ എഴുതിയ പോലെ ഹിന്ദുത്വം പ്രചരിപ്പിക്കേണ്ടത് ഹിന്ദുവിൻ്റെ കർത്തവ്യമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളുണ്ട്. ആ ശ്രമങ്ങൾ ഇന്നും സനാതനധർമ്മത്തെ അല്ലെങ്കിൽ ഹിന്ദു മതത്തെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ ചെറുത്തുനിൽപ്പ് ആവശ്യമാണ്. ആ ചെറുത്തുനിൽപ്പാണ് കാലാകാലങ്ങളായിട്ട് ഇന്ത്യൻ മതേതര ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കതറിയാം. അത് സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യ മുതൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലും 2024 എല്ലാം നടക്കുന്ന പോരാട്ടം അതുതന്നെയാണ്. അപ്പോൾ അതിനെ സനാതനധർമ്മത്തെ മുഴുവനായിട്ട് അത് റദ്ദ് ചെയ്യുന്ന രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും അത് അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ വസ്തുതാവിരുദ്ധമായിട്ടുള്ള ചരിത്ര നിഷേധവും ഒക്കെ ആയിട്ടുള്ള ഒരു വസ്തുതയായിട്ട് മാറും. അതിനകത്ത് സനാതനധർമ്മത്തിനകത്ത് ഒട്ടേറെ പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് വർണ്ണാശ്രമം അതിൻ്റെ ഭാഗമാണ്. വർണ്ണാശ്രമം അതിൻ്റെ ഭാഗമായപ്പോൾ ആ വർണ്ണാശ്രമത്തിനെതിരായിട്ടുള്ള പോരാട്ടം നടത്തിയതും അതിനെ റിഫൈൻ ചെയ്തതുമെല്ലാം ഈ സനാതനധർമ്മത്തിനകത്തും ഹിന്ദുവിനത്തും അകത്തും തന്നെ ഉണ്ടായിട്ടുള്ള ശ്രീനാരായണ ഗുരു അതിന് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ഒരാളാണ്. പക്ഷേ അതെല്ലാം അതിനകത്തൊരു സ്വയം റിഫൈൻമെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ആ റിഫൈൻമെൻറ്റിലൂടെ കടന്നു വന്ന ഒരു ധർമ്മത്തെ RSSൻ്റേത് മാത്രമായിട്ട് വിട്ടുകൊടുക്കുന്ന രീതിയിൽ അതിനെ വളരെ പെരിഫറലായിട്ട് ഉപരിപ്ലവമായിട്ട് ഒരു പരാമർശം നടത്തിപ്പോയാൽ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് തെറ്റായ വിഷയിൽ ഉപയോഗിക്കപ്പെടും എന്നുള്ളതാണ്. ഇതിനകത്ത് യാതൊരു കൺഫ്യൂഷനും ഇല്ല. ഇവിടെ നമ്മളെല്ലാവരും ഈ ജാതി സമ്പ്രദായത്തെയും വർണ്ണാശ്രമത്തെയും എല്ലാം എതിർത്തിട്ടുള്ളവരാണ്. സനാതനധർമ്മത്തിനകത്ത് ഉണ്ടായിട്ടുള്ള ഒരു മാറ്റവും അതുതന്നെയായിരുന്നല്ലോ. അത് അതിനെല്ലാം വലിയ ഒരു അക്കാഡമിക് ലെവലിലോ അല്ലെങ്കിൽ വളരെ താഴെയുള്ള നിലയിലോ നമുക്ക് ചർച്ചകൾ നടത്താം. പക്ഷെ അതിനെ രാഷ്ട്രീയവുമായി കൂട്ടിക്കെട്ടി അതിനകത്ത് ഇപ്പോൾ നടത്തുന്ന ശ്രമങ്ങൾക്ക് ആയുധം നൽകുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കുന്നത് തീർച്ചയായിട്ടും ദോഷം ചെയ്യും എന്നുള്ളതാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് ആശയപരമായ വ്യത്യാസങ്ങളല്ല, മറിച്ച് ഇന്നത്തെ രാഷ്ട്രീയത്തിൽ അതെങ്ങനെ ഉപയോഗിക്കപ്പെടുന്നുള്ളതും അത് പറയുമ്പോൾ അത് കേവലം സനാതനധർമ്മത്തെ മുഴുവൻ ഒരു തരം RSSന് ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് അതിനെ കൈമാറ്റം ചെയ്യുന്നതും അതിനെയാണ് എതിർക്കുന്നത്. ശ്രീ ഫക്രുദ്ദീൻ അലി, ഈ സനാതന ഹിന്ദുവാണ് നാരായണ ഗുരു എന്ന് പറയുന്നതിൽ അപാകതയില്ല എന്ന് സതീശൻ്റെ വാക്കുകൾ പറയുന്നു. അതേസമയം അതിൻ്റെ മുഴുവൻ ആപൽക്കരമായ വശങ്ങളും ഇന്നലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ വളരെ വിശദമായി പറഞ്ഞിട്ടുള്ളതുമാണ്. ഇതിൽ പിന്നെ സതീശൻ്റെ ഇങ്ങനെയൊരു ഭാഷ്യം അത് ന്യായീകരിക്കപ്പെടേണ്ടതാണ് എന്നാണ് ശ്രീ രാജു പി നായരും പറയുന്നത്. അപ്പോൾ സനാതന ഹിന്ദു എന്നാൽ അതിനകത്തുള്ള തെറ്റായ കാര്യങ്ങളെ മുഴുവൻ വിമർശിച്ച ഹിന്ദു, അങ്ങനെ നാരായണ ഗുരുവിനെ അടയാളപ്പെടുത്തിയാലേ BJP ഇത് ദുരുപയോഗം ചെയ്യുന്നതിനെ തടയാൻ കഴിയൂ എന്നാണോ? കൃത്യമായ പോയിന്റാണ് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത്. ഒരു ദൈക്ഷണികമായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവാണ്. സതീശൻ പറയുന്നത് ആ പെർസ്പെക്റ്റീവിൻ്റെ ഒരു ലിബറൽ പെർസ്പെക്റ്റീവാണ്. അതിൽ എനിക്ക് തോന്നുന്നു സതീശൻ്റെതാണ് കുറച്ചുകൂടി ആയമുള്ള ഒരു പെർസ്പെക്റ്റീവ്. കാരണം സനാതന എന്നുള്ള വാക്ക് നമുക്ക് ഏത് രീതിയിൽ ഉപയോഗിക്കാം. ഇപ്പോൾ സനാതന എന്നുള്ള വാക്ക് ഞാൻ ആദ്യമായി ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഇതുണ്ടല്ലോ, സതി നിർത്തലാക്കിയ സമയത്ത് അതിനെതിരെ കൽക്കത്തയിലെ ഏറ്റവും കൺസർവേറ്റീവ് ആയിട്ടുള്ള ബ്രാഹ്മിൺസ്, നമുക്കറിയാലോ സതി നിർത്തലാക്കിയ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ട് രാജാറാം മോഹൻ റോയിയാണ്. കൽക്കത്തയിലെ ഏറ്റവും കൺസർവേറ്റീവ് ആയിട്ടുള്ള ബ്രാഹ്മിൺസ് സനാതന സഭ എന്ന സഭയുണ്ടാക്കി അത് ഹിന്ദു മതത്തിൻ്റെ മാമൂലുകൾക്കെതിരാണെന്ന് പറഞ്ഞിട്ട് അവർ പ്രക്ഷോഭം നടത്തുകയൊക്കെ ചെയ്തിരുന്നു. അത് അതിൻ്റെ ഒരു പ്രശ്നമാണ്. ഇതിൻ്റെ അങ്ങേറ്റം യാഥാസ്ഥികമായിട്ടുള്ള ഈ പറഞ്ഞ ഇടക്കാലത്ത് വൈദിക കാലഘട്ടത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ഈ ജാതി സമ്പ്രദായമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. നാരായണ ഗുരു ഉൾപ്പെടെയുള്ള ആളുകൾ, നവോത്ഥാനവാദി രാജാറാം മോഹൻ റോയ് ആണെങ്കിലും നാരായണ ഗുരു ആണെങ്കിലും ഇവരെല്ലാം ചെയ്തത് ഇതിനെ പൊളിക്കണം. അതായത് ജാതീയമായ ഉച്ചനീചത്വങ്ങൾ എതിർക്കുകയും അതേസമയം തന്നെ നമ്മുടെ സനാതന സങ്കല്പങ്ങൾക്ക് അതിശക്തമായ താത്വികവും സ്പിരിച്വലുമായിട്ടുള്ള ഒരു അടിത്തറയുണ്ട്. അത് വേദങ്ങളും ഉപനിഷത്തുകളും എല്ലാം അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു അടിത്തറയുണ്ട്. അതിനെയാണ് അദ്ദേഹം അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചത്. നമ്മളും അത് തന്നെയാണ് അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. അപ്പോൾ ആ അർത്ഥത്തിൽ അദ്ദേഹം സനാതനിയാണ്. എന്നാൽ സനാതന സഭ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ റെപ്രസെൻ്റ് ചെയ്തിരുന്ന ജാതിയും അതുപോലെ സതിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന സനാതന ലോബികളാണെങ്കിൽ അദ്ദേഹം ആ കൂട്ടത്തിൽ പെടുന്നില്ല. അപ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് സനാതന സങ്കല്പത്തെ പ്രോഗ്രസീവായിട്ടൊരു
എന്താണ് ഒരു ലിബറേഷൻ തിയോളജിസ്റ്റിൻ്റെ രീതിയിൽ നോക്കിക്കണ്ട ആളുകളായിട്ട് വേണം. വിവേകാനന്ദനാണെങ്കിലും നമ്മുടെ നാരായണ ഗുരു ആണെങ്കിലും ഇവരൊക്കെ കാണാം. ഇവരെ ഈ ജാതി ഇത്തരം സങ്കല്പങ്ങൾക്ക് എതിരായിരുന്നു. അതിനുവേണ്ടിയുള്ള അടിമത്തത്തിനും എല്ലാം അവരെതിരായിരുന്നു. ഇനി ഇതിൻ്റെ വേറൊരു വശമുണ്ട്. അതാ ഈ ഇപ്പോൾ RSSന് എടുത്തു നോക്കാം. RSS ഗുരുജി ഗോൾവൽക്കർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് ജാതി എന്നുള്ള സങ്കല്പത്തിന് അവരെതിരാണ്. വർണ്ണത്തിനെതിരല്ല, ജാതി എന്നുള്ള സങ്കല്പത്തിനെതിരാണ്. പക്ഷേ ഞാനും അതിനായിരുന്നു വിശ്വസിച്ചിരുന്നു. പക്ഷേ അടുത്ത കാലഘട്ടത്തിൽ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഈ ഈ ഓർഗനൈസർ ഇപ്പോൾ RSSന് ഒന്നൊന്നര പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ തൊഴിൽ നൈപുണ്യമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജാതിനെ ന്യായീകരിക്കുന്ന രീതിയിലുള്ള ഒരു വ്യാഖ്യാനം വരികയുണ്ടായി. അത് എത്രത്തോളം RSS അപ്ഹോൾഡ് ചെയ്യുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ അത് RSSൻ്റെ ഞാൻ മനസ്സിലാക്കിയുള്ള അവരുടെ അടിസ്ഥാന താല്പര്യങ്ങൾക്ക് എതിരുമാണ്.